കുറെ കാലം ജീവിച്ചു, പിന്നെ തോന്നി ഒന്ന് നന്നായേക്കാം. കുറെ കാലം തിന്മ ചെയ്ത് ജീവിച്ചു, പിന്നെ ഒരു ഉംറയോ ഒരു ഹജ്ജൊക്കെ ചെയ്ത് ഇങ്ങനെ ആയാൽ പോരല്ലോ എന്ന് ചിന്തിച്ചു. അൽഹംദുലില്ലാഹ്, നല്ല കാര്യം തന്നെ. പക്ഷേ ആദ്യമേ അള്ളാഹുലേക്ക് അടുത്തവരും പിന്നീട് വന്നു ചേർന്നവരും ഒരുപോലെയാണോ? ഒരു സംഘടനയിൽ, ഒരു പ്രസ്ഥാനത്തിൽ ചെറുപ്പം മുതലേ സേവനം ചെയ്ത് കടന്നു വന്നവരും പെട്ടെന്ന് അങ്ങോട്ട് കടന്നു വരുന്നവരും ഒരുപോലെയല്ല, നമുക്കറിയാം. അള്ളാഹുവിന്റെ രീതിയും അങ്ങനെ തന്നെയാണ്. അതുകൊണ്ട് വളരെ നേരത്തെ അള്ളാഹുലേക്ക് അടുക്കാൻ നമുക്കാവണം. അള്ളാഹു നമ്മെ സഹായിക്കട്ടെ. അവമൻ കാന മൈതൻ ഫഅഹ്യൈനാ, മനസ്സ് മരിച്ചു കിടന്നിരുന്ന ആളുകൾ, എന്തിനാണ് ഞാൻ ഈ ജീവിക്കുന്നത്? എന്റെ ജീവിതത്തിന്റെ അർത്ഥം എന്താണ്? എന്റെ പഠനത്തിന്റെ അർത്ഥം എന്താണ്? പലരും പഠിക്കുന്നത് ജോലി കിട്ടാനാണ്. ഒരു മെഡിസിന് പോകുന്നു, ഒരു പ്രൊഫഷണൽ കോഴ്സിന് പോകുന്നു. എന്തിന്? നല്ല ജോലി കിട്ടണം, നല്ല ശമ്പളം ഉണ്ടാവണം, എന്നിട്ടോ നല്ല വീട് വെക്കണം, എന്നിട്ടോ ഒരു നല്ല വാഹനം, പിന്നെ കുട്ടികളെ കെട്ടിക്കണം, പിന്നെ അത്രയൊക്കെ തന്നെ ഉള്ളൂ. അതാണോ? അതിനാണോ നമ്മൾ പഠിക്കുന്നത്? ഇഖ്റഅ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ്, നിങ്ങളെ സൃഷ്ടിച്ച സ്രഷ്ടാവിനെ കണ്ടെത്താൻ കഴിയുന്ന പഠനങ്ങൾ നിങ്ങൾ പഠിക്കുവിൻ. നിങ്ങളുടെ പഠനത്തിലൂടെ നിങ്ങൾക്ക് അല്ലാഹുവിനെ കണ്ടെത്താൻ കഴിയുകയാണെങ്കിൽ ആ പഠനം ലാഭമാണ്. അങ്ങനെ നിങ്ങൾ 40 ലക്ഷം 1 കോടി കെട്ടിവെച്ചത് നിങ്ങൾക്ക് ലാഭമാണ്. ഒരു മെഡിസിൻ പഠിക്കുന്ന വിദ്യാർത്ഥിനി തന്റെ ലാബിലെ പഠനങ്ങളിലൂടെ മനുഷ്യന്റെ ശരീരം അനാവരണം ചെയ്യുന്നതിലൂടെ മനുഷ്യ ശരീരത്തെ കീറിമുറിച്ച് അതിനകത്തുള്ള അള്ളാഹു സംവിധാനിച്ച അതിസങ്കീർണമായ സൊഫിസ്റ്റിക്കേറ്റഡ് ആയ നമ്മുടെ ശരീരത്തിന്റെ മെക്കാനിസം പഠിക്കുന്നതിലൂടെ അള്ളാഹുവേ സുബ്ഹാനക യാ റബ്ബ്, നീ പരിശുദ്ധനാണ് തമ്പുരാനെ. 2 കാലിൽ നടക്കുന്ന മനുഷ്യന്റെ ശരീരത്തിനുള്ളിൽ ഇത്രയെല്ലാം അത്ഭുതങ്ങൾ നീ വെച്ചിരിക്കുന്നുവോ? ഇത് കണ്ടെത്താൻ കഴിഞ്ഞാൽ മെഡിസിന് പോയ കുട്ടിക്ക് ചെലവഴിച്ചത് നിങ്ങൾക്ക് ലാഭമാണ്. ആ കുട്ടി പഠിച്ചത് ഇബാദത്താണ്. ഇതിനാവില്ലെങ്കിൽ പിന്നെ എന്താ കാര്യം? അതുകൊണ്ട് മരിച്ചു കിടക്കുന്ന ഹൃദയത്തെ ജീവിപ്പിച്ചവനാണ് അല്ലാഹു. അങ്ങനെ ജീവിപ്പിച്ചവരും വജഅൽനാ ലഹു നൂറൻ യംശി ഫിന്നാസ്, അല്ലാഹുവിനെ അറിയുക വഴി ഹൃദയത്തിന് പ്രകാശം നൽകുകയും ആ പ്രകാശത്താൽ ജനങ്ങൾക്കിടയിലൂടെ ജീവിക്കുകയും ചെയ്യുന്നവർ കമൻ മസലുഹു ഫിൽ ളുലുമാത്, ഇരുട്ടിൽ തപ്പിത്തടയുന്നവരെ പോലെയാണോ? ലൈസ ബിഖാരിജിൻ മിൻഹാ, ഒരിക്കലും പുറത്തു കടക്കാൻ കഴിയാത്ത ഖനീഭവിച്ച ഇരുട്ട്. ആ ഇരുട്ടിലൂടെ പോകുന്നവരും വെളിച്ചത്തിൽ നടക്കുന്നവരും ഒരുപോലെയാണോ? ആണോ? അല്ല, ഒരിക്കലുമല്ല. സജ്ജനങ്ങളും ദുർജനങ്ങളും വേറെ തന്നെയാണ്. സുയ്യിന ലിൽ കാഫിരീന മാ കാനൂ യഅമലൂൻ, അവിശ്വാസികൾ ചെയ്യുന്നത് ശരി തന്നെയാണെന്ന് അവർക്ക് അലങ്കരിക്കപ്പെട്ടിരിക്കുകയാണ്. പിശാച് അങ്ങനെ തോന്നിപ്പിക്കുന്നു. പക്ഷേ രണ്ടുപേരും നോക്കുന്നത്, രണ്ടുപേരും നടക്കുന്നത്, രണ്ടുപേരും ചരിക്കുന്നത് ഒരുപോലെയല്ല. മുത്തുനബി തങ്ങൾ പറയട്ടെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഒരുപിടി ഹദീസുകൾ നമുക്ക് ചർച്ചയ്ക്ക് വരുന്നുണ്ട്. സ്വലാത്ത് ചൊല്ലണമെന്ന് ഞാൻ ഓർമ്മിപ്പിക്കേണ്ട കാര്യമില്ലല്ലോ. എന്ത് ചെയ്യാ? ഒന്ന് ഉച്ചത്തിൽ സ്വലാത്ത് ചൊല്ലുമ്പോ നല്ലൊരു ഉണർവും ഉന്മേഷവും ഹബീബിന്റെ പുഞ്ചിരിയും അതിലൂടെ കിട്ടുകയാണ്. അൽഹംദുലില്ലാഹ്. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കമാ ലാ യുജ്തനാ മിനശ് ശൗക്കിൽ അനബ് كذلك لا ينزل الله الأبرار منازل الفجار. മുൾച്ചെടിയിൽ നിന്നല്ലല്ലോ മുന്തിരി എടുക്കുന്നത്. മുന്തിരി വള്ളിക്ക് മുള്ളുകളില്ലെന്നാണ്. മുള്ളിൽ നിന്നല്ലല്ലോ മുന്തിരി വരുന്നത്. മുന്തിരിയുടെ വള്ളിക്ക് മുള്ളില്ലല്ലോ. മുള്ളുള്ളത് വേറെ, മുള്ളില്ലാത്ത ചെടി വേറെ. മുൾച്ചെടിയിൽ നിന്നല്ല മുന്തിരി ഉണ്ടാകുന്നത് എന്നതുപോലെ ലാ യുൻസിലുല്ലാഹുൽ അബ്റാറ മനാസിലൽ ഫുജ്ജാർ, നന്മ ചെയ്ത് ജീവിച്ച സാത്വികരായ ആളുകൾ, മുഖത്ത് ഈമാനിന്റെ വെളിച്ചമുള്ളവർ, അഹങ്കാരം തീണ്ടാത്തവർ, വിനയത്തിലും താഴ്മയിലും ജീവിക്കുന്നവർ, അള്ളാഹുവിന്റെ തഖ്വയിൽ പ്രോജ്വലിക്കുന്ന മുഖമുള്ള ആലിമീങ്ങൾ, സാധാരണക്കാർ, ആണുങ്ങൾ, പെണ്ണുങ്ങൾ, അവരും മനാസിലൽ ഫുജ്ജാർ, തിന്മ ചെയ്ത് ജീവിക്കുന്ന ആളുകൾ, ജീവിച്ച ഓരോ സെക്കൻഡും അള്ളാഹുവിന് ഇഷ്ടമില്ലാത്ത വഴിയിൽ ചെയ്തത്, അള്ളാഹുവിന് ഇഷ്ടമില്ലാത്തത് പറയുന്നത്, അള്ളാഹുവിന് ഇഷ്ടമില്ലാത്തത് ഫേസ്ബുക്കിൽ കയറിയിട്ട് പോസ്റ്റ് ചെയ്യുന്നത്, അള്ളാഹുവിന് ഇഷ്ടമില്ലാത്തത് വാട്സപ്പിലൂടെ ഉപയോഗിക്കുന്നത്, ഇടപെടുന്നത്, അള്ളാഹുവിന് ഇഷ്ടമില്ലാത്തത്. ഇത് ചെയ്യുന്നവരെ പോലെ ആകുമോ അള്ളാഹു വെളിച്ചം നൽകിയവർ? ഒരുപോലെ ആകുമോ? ഒരിക്കലുമില്ല.
അല്ലാഹുവിന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞുവല്ലോ, ഇൻദല്ലാഹി ഖസാഇനുൽ ഖൈരി വശർ, നന്മയുടെയും തിന്മയുടെയും ഖജനാവുകൾ അല്ലാഹുവിന്റെ അരികത്താണ്. നന്മയുടെയും തിന്മയുടെയും ഖജനാവ് അല്ലാഹുവിന്റെ അരികത്താണ്. നന്മ തിന്മകൾ എവിടുന്നാ? അല്ലാഹുവിൽ നിന്നാണ്. നമ്മൾ ഇഷ്ടപ്പെടുന്നതും ഇഷ്ടപ്പെടാത്തതും അല്ലാഹുവിന്റെ ഖദർ. അല്ലാഹു വമാ ശാ, അല്ലാഹു ഉദ്ദേശിച്ചു, അവൻ തീരുമാനിച്ചു. അതല്ലേ നമ്മുടെ ഈമാനു ബിൽ ഖദരി വൽ ഖദാ. ഇൻദല്ലാഹി ഖസാഇനുൽ ഖൈരി വശർ, നന്മയുടെയും തിന്മയുടെയും ഖജനാവുകൾ അല്ലാഹുവിന്റെ അരികത്താണ്. മഫാതീഹുർ റിജാൽ, ആ ഖജനാവുകളുടെ താക്കോല് ജനങ്ങളാണ്. എങ്ങനെ? നന്മ തിന്മകളുടെ ഖജനാവ് അല്ലാഹുവിന്റെ അടുത്താണ്, അതിന്റെ താക്കോലോ അത് മനുഷ്യരാണ്. ഫതൂബാ ലിമൻ ജഅലഹു അല്ലാഹു മിഫ്താഹൻ ലിൽ ഖൈരി മിഗ്ലാഖൻ ലിശ്ശർ, അതുകൊണ്ട് ഏതെങ്കിലും ഒരു മനുഷ്യൻ നന്മയുടെ താക്കോലാവുകയും തിന്മ പൂട്ടിവെക്കാൻ നിമിത്തമാവുകയും ചെയ്താൽ തൂബാ, എത്ര നന്മയാണ്. പറയുന്നത് നന്മ, പഠിപ്പിക്കുന്നത് നന്മ, ചെയ്യുന്നത് നന്മ, പ്രവർത്തിക്കുന്നത് നന്മ, അവനെ കൊണ്ടുണ്ടാകുന്നത് നേട്ടം, നന്മയല്ലാതെ മറ്റൊന്നുമില്ല എങ്കിൽ തൂബാ, എത്ര സൗഭാഗ്യം. എന്നാൽ ചില ആളുകൾ വവൈലുൻ ലിമൻ ജഅലഹു അല്ലാഹു മിഗ്ലാഖൻ ലിൽ ഖൈർ, ഒരു നന്മ ഇല്ലാതെയാവാൻ ഒരാൾ കാരണമാകുന്നു. അല്ലാഹുവിന്റെ പള്ളി നിർമ്മിക്കൽ എളുപ്പമാണ്, അത് പൂട്ടാൻ ഒരാൾ കാരണമായാൽ, ഒരു ഫിത്ന ഉണ്ടാവാൻ, ഒരു സമൂഹം തമ്മിലടിക്കാൻ, ഒരു സമൂഹത്തിന്റെ മനസ്സിനെ വേദനിപ്പിക്കാൻ, ഒരു ഉമ്മത്തിന്റെ പ്രശ്നങ്ങളിൽ കൂടെ നിൽക്കേണ്ടതിന് പകരം മാറി നിന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഏതെങ്കിലും ഒരു മനുഷ്യനെ മിഗ്ലാഖൻ ലിൽ ഖൈർ, നന്മയെ പൂട്ടിവെക്കാനും വമിഫ്താഹൻ ലിശ്ശർ, തിന്മയെ തുറന്നു വെക്കാനും കാരണമാക്കിയാൽ, പറയുന്നത് അഹങ്കാരത്തിന്റെ വാക്കുകൾ, പറയുന്നത് അസഭ്യങ്ങൾ, പറയുന്നത് ഗീബത്ത് നമീമത്തുകൾ, പറയുന്നത് അല്ലാഹുവിന് ഇഷ്ടമില്ലാത്തത്, പ്രവർത്തിക്കുന്നത് അല്ലാഹുവിന് ഇഷ്ടമില്ലാത്തത്, ആ മനുഷ്യന്റെ എക്സിസ്റ്റൻസ്, നിലനിൽപ്പ് പോലും സമൂഹത്തിന് ഭീഷണി, വീട്ടുകാർക്ക് ഭീഷണി, മഹല്ലുകാർക്ക് പ്രയാസം. അങ്ങനെയാണെങ്കിൽ വൈലുല്ല, ആ മനുഷ്യന് തന്നെയാണ് നാശം എന്ന് മഹാനായ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നസ്അലുല്ലാഹ അൻ യജഅലനാ മിഫ്താഹൻ ലിൽ ഖൈരി വമിഗ്ലാഖൻ ലിശ്ശർ. റബ്ബിനോട് ചോദിക്കുക, നന്മയുടെ താക്കോലാവാനും തിന്മ പൂട്ടാനുള്ള പൂട്ടാവാനും അല്ലാഹു നമ്മയൊക്കെ മാറ്റി തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അതുകൊണ്ട് നന്മ ചെയ്യുന്ന ആളുകളെ സ്വർഗം കാത്തിരിക്കുകയാണ്. ഇന്നൽ ജന്ന ലതഷ്താഖു ഇലാ അലിയിൻ വഅമ്മാരിൻ വസൽമാൻ. ഹബീബായ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഇന്നൽ ജന്നത ലതഷ്താഖ്, സ്വർഗം കൊതിക്കുന്നുണ്ട് മൂന്ന് പേരെ കാണാൻ സ്വർഗം കൊതിക്കുന്നു. നമ്മൾ പറയില്ല, നമ്മുടെ വീട്ടിലേക്ക് ഒരാൾ വരണം, ഒരാഗ്രഹം തോന്നാം, ഒരു അതിഥിയായിട്ട് ഇന്നയാൾ വരണം, ഒരു ഇഷ്ടം തോന്നാം, ഇന്നൊരാൾ ഒരു കൂട്ടുകാരനായി കിട്ടണം, ആഗ്രഹം വെക്കാം, ആഗ്രഹിക്കാലോ. സ്വർഗം കൊതിക്കുന്നുണ്ടത്രേ മൂന്ന് പേരെ. സ്വഹീഹായ ഹദീസ്, ഇന്നൽ ജന്നത ലതഷ്താഖു ഇലാ അലിയിൻ, ഹബീബിന്റെ പുതയാപ്പിളയും സ്വർഗത്തിലേക്ക് പോകുന്ന സ്വർഗീയ യുവാക്കളുടെ രണ്ട് നേതാക്കന്മാർ, ഹസൻ ഹുസൈൻ തങ്ങന്മാരുടെ പിതാവും ഹബീബിന്റെ പുതയാപ്പിളയും അവിടുത്തെ കസിനുമായിരുന്ന അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു എന്റെ അരികത്തേക്കൊന്ന് വന്നെങ്കിലെന്ന് സ്വർഗം കൊതിക്കുന്നുണ്ടത്രേ. സുബ്ഹാനല്ലാഹ്. വഅമ്മാർ, ആരുടെ ഉമ്മയും ബാപ്പയുമാണോ ഈ ഉമ്മത്തിന്റെ ആദ്യത്തെ ഷഹീദുമാർ? ഉമ്മത്തിലെ ആദ്യത്തെ ഷഹീദാരാണ്? ഷഹീദത്തല്ലേ ഈ ഉമ്മത്തിന് വേണ്ടി ആദ്യം ജീവനൊടുക്കിയത്, ഈ ഉമ്മത്തിന്റെ ശത്രുക്കളുടെ കരങ്ങളാൽ ആദ്യം കൊല ചെയ്യപ്പെടുന്ന ഷഹാദത്തിന്റെ രക്തസാക്ഷ്യത്തിന്റെ പദവിയിലേക്ക് ഉയർത്തപ്പെട്ടതൊരു പെണ്ണാണ്. മഹദിമാരെ, ഉമ്മമാരെ, നിങ്ങൾക്ക് അഭിമാനമായി അത് തന്നെ പോരെ. ഈ ഉമ്മത്തിന്റെ ആദ്യത്തെ ഷഹീദ് സുമയ്യ റളിയല്ലാഹു അൻഹയാണ്. അവരുടെ മോനാണ് അമ്മാർ എന്നവരെ. അവരുടെ ഉപ്പ യാസിർ റളിയല്ലാഹു അൻഹു ഷഹീദാണ്. രണ്ട് ഉമ്മയും ബാപ്പയും രണ്ടുപേരും ഈ ഉമ്മത്തിന് വേണ്ടി ത്യാഗം സഹിച്ച രണ്ട് മഹത്തുക്കൾ. അമ്മാർ റളിയല്ലാഹു അൻഹു
ഹബീബിന്റെ കാലശേഷവും ദീനിന് വേണ്ടി ത്യാഗം ചെയ്ത സ്വഹാബി അമ്മാർ എന്നവരെ കാണാൻ സ്വർഗം കൊതിക്കുകയാണെന്ന് മഹാനായ റസൂലുള്ളാഹ്. പിന്നെ ഹബീബ് കാണാൻ കൊതിക്കുന്ന ഒരാൾ കൂടെയുണ്ട്, സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹു. വാപ്പയുടെ പേരറിയില്ല, അതുകൊണ്ട് ആലിമീങ്ങളിട്ട പേര് സൽമാൻ ഇബ്നുൽ ഇസ്ലാം, ഇസ്ലാമിന്റെ പുത്രനായ സൽമാൻ. വാപ്പ ഒരു മാഗിയനായിരുന്നു, മജൂസിയായിരുന്നു, തീയാരാധകനാണ്. ചെറിയ ടീനേജറാകുന്ന കാലമാണ് ഇറാനിൽ നിന്ന് മൗസിലിലേക്ക്, നാസിബീനിലേക്ക്, അവിടെ നിന്നങ്ങോട്ട് തുർക്കിയിലേക്ക്, പിന്നെ മക്കയിലേക്ക്, മദീനത്തേക്ക് ഹബീബിനെ കാണാൻ വേണ്ടി സത്യം തേടിയിട്ടൊരു തീർത്ഥയാത്ര നടത്തിയ സൽമാനുൽ ഫാരിസിയെ കാണാൻ സ്വർഗം കൊതിക്കുന്നു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ സ്വർഗം കാണാൻ കൊതിക്കുന്ന സജ്ജനങ്ങളുണ്ട്. അല്ലാഹു നമ്മെ അതിനെ അനുഗ്രഹിക്കട്ടെ.